ഞാൻ എന്നുള്ളത് കോഴിക്കോട് വേങ്ങേരി തന്നെയാണ്. വേങ്ങേരി നേതാജി വായനശാല എന്നറിയും. അതായത് തടമ്പാട്ടുതാഴം കണ്ണാടിക്കൽ റോഡാണിത്. കോഴിക്കോട് വേങ്ങേരി തടമ്പാട്ടുതാഴം കണ്ണാടിക്കൽ റോഡ്. ഇവിടെ ഒരു നിറവ് എന്ന് പറഞ്ഞൊരു വലിയൊരു സംഘടന ആദ്യം ഒരു റെസിഡൻസ് അസോസിയേഷനായിട്ട് തുടങ്ങിയാണ്. ചെറുതായിട്ട് ഒരു 100-100 ചില്ല വീടുകൾ അടങ്ങിയ ഒരു ചെറിയൊരു അസോസിയേഷൻ. ഇപ്പോൾ ഇത് വലിയൊരു പ്രസ്ഥാനമായിട്ട് വളർന്നിട്ടുണ്ട്. വലിയൊരു പ്രസ്ഥാനമാണ് ഇത്. ഞാനിപ്പോൾ നിൽക്കുന്ന ഒരു ഓർഗാനിക് പച്ചക്കറി വെക്കുന്ന ഒരു ഔട്ട്ലെറ്റിൻ്റെ ഉള്ളിലാണ്. നിങ്ങൾക്കിത് ഞങ്ങൾ ഇൻ്റർവ്യൂ ചെയ്യുമ്പോൾ തന്നെ ഇതിൻ്റെ എല്ലാ ദൃശ്യങ്ങളും കാണാം. ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട സ്ഥാപകരിലൊരാളാണ്. ഇതിൻ്റെ പ്രധാന സംഘാടകരിലൊരാളാണ് അസീസ്ക ഒന്ന് പരിചയപ്പെടുത്തോ? പറയാം. ഞാൻ നിറവിൽ 2006 മുതലുണ്ട്. നിറവ് തുടങ്ങിയിരിക്കുന്നത് 2006-ലാണ്. ഞാൻ നേതാജി വായനശാലിൻ്റെ തൊട്ടടുത്തുള്ള വീട്ടിലാണ് താമസം. അതിൻ്റെ നിറവ് D8 എന്ന നമ്പറിലാണ് എൻ്റെ വീട്. ഞാൻ അന്ന് മുതൽ ഇതിൻ്റെ പ്രവർത്തനത്തിനെങ്കിലും 2019 ഇതിൻ്റെ പ്രസിഡൻ്റ് ആയിട്ടുണ്ടായിരുന്നു. അതിനുശേഷമാണ് ഇങ്ങനെ ഒരു പച്ചക്കറി കട നമുക്ക് അതുവരെ ഉണ്ടായിരുന്നത് നടക്കാവിന് മാത്രമേ ഉള്ളൂ, ചക്കോരത്തോളം എന്ന സ്ഥലം. അപ്പോൾ സ്വന്തം നാട്ടിൽ അങ്ങനെ ഒരു സ്ഥാപനം തുടങ്ങണം എന്ന ഉദ്ദേശത്തോടു കൂടി 2019 ആരംഭിക്കുകയും 20 ഉദ്ഘാടനത്തോടു കൂടി ഞങ്ങൾ നല്ല രീതിയിൽ കൊണ്ടുപോകുന്നുണ്ട്. കൃഷിഭവനുമായിട്ട് സഹകരിച്ചിട്ട് ഒരു ആഴ്ചച്ചന്ത, എല്ലാ തിങ്കളാഴ്ച ആഴ്ചച്ചന്ത ഇവിടെ നമ്മൾ നടപ്പിൽ വരുത്തുന്നത്. അതിൻ്റെ എല്ലാ റെക്കോർഡുകളും സമയാസമയങ്ങളിൽ നമ്മൾ കൈമാറുന്നുണ്ട്. അപ്പോൾ അതിന് അവരുടെ പല സഹായങ്ങളും ഞങ്ങൾക്ക് കിട്ടിയിട്ടുമുണ്ട്. ഇത് നല്ല രീതിയിൽ കൊണ്ടുപോകുന്നത് ഞങ്ങളുടെ തന്നെ മെമ്പറായ ശിവാനന്ദനാണ്. ശിവാനന്ദൻ അന്ന് മുതലേ ഇതിൻ്റെ പ്രവർത്തനങ്ങൾ നോക്കിക്കൊണ്ടുപോയി സ്വന്തം എന്ന ഒരു സ്ഥാപനം എന്ന നിലയ്ക്ക് പ്രവർത്തിക്കുകയും ചെയ്യുന്നത് കൊണ്ട് തന്നെ ചുറ്റുവട്ടത്തുള്ള ആൾക്കാരും കൂടാതെ പുറത്തു നിന്ന ആളുകളും ഇവിടെ വന്ന് സാധനങ്ങൾ വാങ്ങിക്കൊണ്ട് പോകുന്നുണ്ട്. ഒരു മിനിറ്റ്, ഒരു കാര്യം ചോദിച്ചോട്ടെ. ഈ ശിവാനന്ദേട്ടൻ പറഞ്ഞ ഈ സംഘടനൻ്റെ ഇതിൻ്റെ എല്ലാം പിന്നിൽ ഈ ഒരു സംഘടന, ഈ ഒരു റെസിഡൻസ് അസോസിയേഷൻ്റെ, നിങ്ങളെ ഈ അസോസിയേഷൻ്റെ സംഘടനയുടെ പവർ അല്ലേ? അതെ, അതെന്നാ രൂപീകരിക്കപ്പെട്ടത്? 2006-ലാണ് രൂപീകരിക്കപ്പെട്ടത്. അതിന് ശേഷം ആണ് നമ്മളിങ്ങനെ 2020-ലാണ് ഈ കട ഭംഗിയായിട്ട് നടക്കാൻ തുടങ്ങി. ഏതൊക്കെ മേഖലയിൽ നിങ്ങൾ സംഘടന പ്രവർത്തിക്കുന്നുണ്ട്? ഞങ്ങൾ തുടങ്ങിയ സമയത്ത് തന്നെ ജൈവ കൃഷിയായിരുന്നു ഏറ്റവും പ്രാധാന്യം നൽകിയത്. പിന്നെ അതുപോലെ തന്നെ വൃത്തിയെ സഹിക്കുന്ന പദ്ധതി, അതായത് എവിടെയും പ്രത്യേകിച്ച് പ്ലാസ്റ്റിക് ഐറ്റംസുകൾ അത് ഒന്നിച്ച് കൂട്ടിയിട്ട് കൊണ്ടുപോയി അത് എങ്ങനെയാണോ നമുക്കത് ഇല്ലാതാക്കാൻ സാധിക്കുക ആ പ്രക്രിയകൾക്കൊക്കെ എല്ലാം തുടക്കം കുറിച്ചിട്ടുണ്ട്. അതിനുവേണ്ടി ബോധവൽക്കരണങ്ങളൊക്കെ പല സ്ഥാപനങ്ങളും സ്കൂളുകളൊക്കെ പോയി കൊടുക്കാറുണ്ട്. അതൊരു വലിയൊരു പ്രസ്ഥാനമാണ് ഇപ്പോൾ ഇവിടെ. നിറവെന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാവുന്ന ഒരു വലിയൊരു പ്രസ്ഥാനമാണ്. പിന്നെ അസിസ്ക, പിന്നെ നിങ്ങൾക്ക് വേറെ ഔട്ട്ലെറ്റുകളില്ലേ? വേറെ ഔട്ട്ലെറ്റുകൾ അതും ഞാൻ പറഞ്ഞില്ല, ആദ്യം ചക്കോരത്തോളം ഇത് തുടങ്ങിയിരുന്നു. ഇപ്പം ഞങ്ങൾ കമ്പനിയുടെ വകയായിട്ട് ഓൾറെഡി നിലവിൽ തമ്പാട്ടയം മാർക്കറ്റിൽ ഒന്നുണ്ട്. അതും നിറവിൻ്റെ പേരിൽ കാർമുമ്പ് ഉണ്ട്. നിലവിൽ ജയൽജയായിട്ട് ഒരു തുടങ്ങിയിരിക്കുന്ന ഒന്നുണ്ട്. വലിയ ഓർഗാനിക്കായ, അതായത് കൃഷിക്കാരടുത്ത് നേരിട്ട് വാങ്ങിയിട്ട് വെക്കുന്നത്. ഞാൻ അനുഭവസ്ഥനാണ്. ഞാനൊരു ചെറിയൊരു കൃഷിക്കാരനാണ്. എനിക്ക് കുറേ ഫ്രൂട്ട്സിൻ്റെയും കുറേ വാഴകളൊക്കെ ഉണ്ട്. അവിടെ എല്ലാം വെട്ടുന്നത് അവിടെ നിന്ന് എടുക്കുന്ന തന്നെ വിളവുകളൊക്കെ ഞാൻ ഇവിടെയാണ് കൊടുക്കാറ്. ശിവാനന്ദേട്ടൻ്റെ അടുത്ത് ശരിയായ റേറ്റും കിട്ടുന്നുണ്ട്. ഇടനിലക്കാരോ ചൂഷണക്കാരോ ഒന്നുമില്ല. പിന്നെ എന്താണ് ഇനിയിപ്പോൾ വേറെ എന്തെങ്കിലും പറയാനുണ്ടോ? നിങ്ങളെ പ്രസ്ഥാനം പറ്റി, ഭാവിയെ പറ്റി എന്താ പറയാനുണ്ടോ? അതെ, ഭാവിയിൽ നമുക്കിത് ഗവൺമെൻറ്റിൻ്റെ ഇന്നത്തെ പദ്ധതി പ്രകാരം അഴക് എന്നൊരു പദ്ധതി ഉണ്ട്. അത് പ്രകാരം എല്ലാ ഭാഗവും ഭംഗിയാക്കി എടുക്കണം എന്നുള്ള ഒരു ആശയമുണ്ട്. അതുപോലെ തന്നെ ജൈവ കൃഷി കൂടുതൽ നല്ല രീതിയിൽ മുന്നോട്ട് പ്രാപിക്കുവാനും അതിനോടൊപ്പം തന്നെ മറ്റ് നമ്മളെ മനുഷ്യൻ്റെ മാതിരി തന്നെ മറ്റ് മൃഗാദികൾക്ക് വേണ്ടിയിട്ടുള്ള ഇതിനുള്ള സഹകരണം കൂടി ഞങ്ങളുടെ ഭാഗത്തു നിന്നുണ്ട്. അവരെ പ്രോത്സാഹിപ്പിക്കുക, പോഷിപ്പിക്കുക എന്നൊക്കെ എന്നുള്ള. പിന്നെ അത് കൂടാതെ ഞങ്ങളൊരു വളർത്തു മത്സ്യം നടത്തുന്നുണ്ട്. പിന്നെ ഇവിടെ നെല്ലിൻ്റെ പരിപാടി ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഞങ്ങളിപ്പം ശുദ്ധമായ വെളിച്ചെണ്ണ ഇവിടെ നിർമ്മിച്ച് കൊടുക്കുന്നുണ്ട്. അതിന് ഓരോന്നിനും ഓരോ വിങ്ങിൻ്റെ അല്ലെങ്കിൽ ഓരോ ബ്രാഞ്ചസ് ആയിട്ട് ഓരോ പേരിൽ തന്നെ അത് തുടങ്ങിയിരിക്കുന്നത്. വെളിച്ചെണ്ണയും മറ്റേ ശുദ്ധജല മത്സ്യം ചെയ്യുന്നത് നിറവ് പരസ്പര സഹായ സംഘം എന്ന ഒരു ഇതാണ്. ഇതിലുള്ള ആളുകൾ തന്നെ അതൊരു ഗ്രൂപ്പായിട്ട് ഉണ്ടാക്കിയിട്ട് കൂടുതൽ ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ട് ഗ്രൂപ്പായി ഉണ്ടാക്കിയാണ് ചെയ്യുന്നത്. അപ്പോൾ നല്ലൊരു ഇടപെടലുകൾ നിങ്ങൾ ഈ ഒരു പ്രസ്ഥാനം നടത്തുന്നുണ്ട്. ഉണ്ട്. നല്ല ബോധവൽക്കരണം, നല്ല ഭക്ഷണം പ്രദാനം ചെയ്യാം. പിന്നെ നമ്മൾ ഹൈജീനിക് ആയിട്ടുള്ള നമ്മൾ ചുറ്റുപാട് ശുചിത്വം ആയിരിക്കണം എന്നുള്ളതിൽ ഒരു മെസ്സേജ് കൊടുക്കുക. അതിനെ പറ്റിയുള്ള ബോധവൽക്കരണങ്ങൾ,
അങ്ങനെ പല രംഗത്തും നിങ്ങളിങ്ങനെ വ്യാപിച്ചുകൊണ്ടേയിരിക്കുകയാണല്ലേ? അതെ അതെ അതെ. പിന്നെ അതുപോലെ തന്നെ പ്രകൃതിയെ സംരക്ഷിക്കാൻ വേണ്ടി ന്യൂട്രൽ കാർബൺ ആക്കാൻ വേണ്ടിയിട്ടും പിന്നെ ഇത് വെള്ളം ശേഖരിച്ചിട്ട് കിണറിൽ വെള്ളം പറ്റിപ്പോകാതിരിക്കാനുള്ള ഇതൊക്കെ ഞങ്ങൾ തുടക്കം മുതലേ ഉണ്ടായിരുന്നു. ആ, പുതിയ തലമുറയുടെ പങ്കാളിത്തം എങ്ങനെ, അവരെ സഹകരണം? അതാണ് ഞങ്ങൾക്ക് ഏറ്റവും അധികം പ്രയാസം ഉണ്ടാക്കുന്നത്. ഇന്നത്തെ കാലത്ത് ഞങ്ങൾക്ക് മാത്രമല്ല ഒരു പ്രസ്ഥാനത്തിനും പുതിയ ന്യൂജൻ കുട്ടികളെ കിട്ടുന്നില്ല. കാരണം ഒന്നുകിൽ അവർ പഠിത്തം, അതല്ലെങ്കിൽ അടുത്തത് അവരുടെ എങ്ങനെങ്കിലും ജോലി നേടിയാൽ അധിക ആളുകളും വിദേശത്തേക്കാണെന്ന് കയറി പോകുന്നത്. ആ ഒരു പ്രയാസം ഞങ്ങൾക്കും ഉണ്ടാകുന്നുണ്ട്. ശ്രദ്ധിക്കുക, ഞാൻ പല കൃഷിക്കാരെ ഇങ്ങനെ ഇൻ്റർവ്യൂ ചെയ്തുകൊണ്ടിരിക്കേണ്ട ഒരുപാട് വീഡിയോസ് നിങ്ങൾക്ക് എൻ്റെ യൂട്യൂബ് ചാനൽ കാണാം. അപ്പോൾ അവിടെ നിന്നൊക്കെ ഉള്ള ഒരു പ്രശ്നം ഇതാണ്, പുതിയ തലമുറയിൽ വരുന്നില്ല. അപ്പോൾ പുതിയ തലമുറ എന്ന് പറഞ്ഞാൽ ടെക്നോളജിന് പിന്നാലെ പോകുക. ഭക്ഷണത്തിന് ടെക്നോളജി വേണമെന്ന് വിചാരിക്കുന്നത്, പക്ഷേ ഭക്ഷണത്തിന് വരെ ഭക്ഷണം തന്നെ വേണം. നമ്മളെ സോയിൽ കാത്തു സൂക്ഷിക്കണം, നമ്മളെ പ്രകൃതിയെ സംരക്ഷിക്കണം, പ്രകൃതി വിഭവങ്ങളെ സംരക്ഷിക്കണം. ഇതൊക്കെയാണ് ഈ മെസ്സേജ് ഇവർ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അത് നല്ല അതിൻ്റെ ആ രീതിയിൽ അത് കെമിക്കൽ അങ്ങനെയൊന്നും പാടില്ല. നമ്മൾ എങ്ങനെയാണോ പരമ്പരാഗതമായി വന്നിരുന്നത്, പരമ്പരാഗതമായ കൃഷിനെയും പരമ്പരാഗതമായ ജീവിത രീതിനെയൊക്കെയാണ് ഇവർ പ്രോത്സാഹിപ്പിക്കുന്നത്. പക്ഷേ ആധുനികതയ്ക്ക് എതിരുമല്ല, രണ്ടും കൂടി സമരസപ്പെടുത്തി അത് കൂട്ടി യോജിപ്പിച്ച് കൊണ്ടുപോകുന്ന ഒരു പ്രസ്ഥാനമാണിത്. ഓക്കെ, അപ്പം നിങ്ങൾക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു. എൻ്റെ വീടിൻ്റെ അടുത്ത് തന്നെയാണ് ഈ പ്രസ്ഥാനം പ്രവർത്തിക്കുന്നത്. എനിക്കറിയാൻ പറ്റിയിട്ട് നന്നായിട്ട്. ഓക്കെ, ശരി, നിങ്ങളെ വിലപ്പെട്ട സമയത്തിന് നന്ദി. ഓക്കെ, വെൽക്കം വെൽക്കം.